രാഹുൽ ഈശ്വർ ഇവിടെ ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. രാഹുൽ ഈശ്വർ ഇവിടെ മനാഫിന്റെ ആ ദൗത്യമുഖത്തെ ഇന്റഗ്രിറ്റിയിൽ ആർക്കും സംശയമില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ദിവസം ദൗത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടാതെ രാവിലെ മുതൽ നമ്മളവിടെ പോയി നിൽക്കും, വൈകുന്നേരമാകുമ്പോൾ നിരാശ മാത്രമുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടല്ലോ, നമ്മളവിടെ 10-14 ദിവസം നമ്മളവിടെ ഉണ്ടായതാണ്. ഈ പറഞ്ഞ മനാഫ് ആദ്യം മുതൽ അവിടെ ഉണ്ട്. അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടുത്തെ പെരുമഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുമുള്ള കാറ്റുമാണ്. മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തപ്പോൾ കൈ പൊള്ളുന്ന പനിയാണ്, വലിയ ചുമയാണ്. പെരുമഴയത്ത് പോത്ത് നനയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് നനയുക. ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് വട്ടാണ്, സീരിയസ്. ഞാൻ ആലോചിച്ചു, ഒരു കുട പോലും ഇല്ല നനയുക. ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും